ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ എല്ലാവരും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു സംഭവമാണ് അവർക്ക് സംഭവിക്കുന്ന പ്രായ വ്യത്യാസം. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്താണെന്നറിയാം, ഇത് ശരിക്കും സയൻസ് ഫിക്ഷൻ മൂവി അല്ലേ, അതുകൊണ്ട് ഇവർ ജനറേറ്റ് ചെയ്തെടുത്തതിൽ ഫാക്ട് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ടൈം ഡയലേഷൻ എന്നുള്ളത് ശരിക്കും സംഭവിക്കാവുന്ന കാര്യമെന്ന് എനിക്ക് മനസ്സിലായപ്പോണ്ടല്ലോ, എനിക്കുണ്ടായ അത്ഭുതം അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷേ അന്ന് എനിക്കുണ്ടായ ഒരു ക്യൂരിയോസിറ്റി, അതായത് ഈ സംഭവങ്ങളൊക്കെ ശരിക്കും ഒറിജിനലാണെന്ന് അറിഞ്ഞപ്പോൾ ഇത് എനിക്കുണ്ടായ ഒരു ക്യൂരിയോസിറ്റി, അതിനുശേഷമാണ് ആസ്ട്രോഫിസിക്സ് എന്നുള്ള സംഭവം എന്നെ അട്രാക്ട് ചെയ്യുന്നതും. അതൊക്കെ ഒരുപാട് നാളായിട്ട് അതിന്റെ ഒരു എവല്യൂഷനാണ് ശരിക്കും നമ്മളിപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ഡയലേഷൻ എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ ഉണ്ട്, പിന്നെ വെലോസിറ്റി ടൈം ഡയലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ വെലോസിറ്റി ടൈം ഡയലേഷന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ, ഒന്നുകൂടി പറയാം, നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റി ടൈം ഡയലേഷന്റെ ആ ടൈം ഡയലേഷന്റെ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തനിയെ എവിടെ നിന്ന് വേണമെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പത്തിൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ആസ്ട്രോഫിസിക്സ് പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഡെറിവേഷനോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഷ്വൽസ് ആയിരിക്കും. പക്ഷെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, എല്ലാ കാര്യങ്ങളും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം എന്നില്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ലെജൻഡറി ആയിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വെലോസിറ്റി ടൈം ഡയലേഷനെ പറ്റി ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ആദ്യമായിട്ട് ഈ ടോപ്പിക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബ്രീഫിംഗ് തരാം. അപ്പൊ ഇതറിയാവുന്നവർക്ക് അടുത്ത ചാപ്റ്റർ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരും വിത്ത് റെസ്പെക്ട് ടു ആൻ സ്റ്റേഷനറി ഒബ്സർവർ. ഓക്കെ, ഇവിടെ ഒബ്സർവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരും. അതാണ് ശരിക്കും വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് ഇതിനെയൊക്കെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഡെഫിനിഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരഡോക്സ് ആണ്. ഇതിനെ നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇരട്ട സഹോദരനെ ഉണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ആ സഹോദരനെ ഒരു റോക്കറ്റ് കയറ്റിയിട്ട് ഏകദേശം 99% സ്പീഡ് ഓഫ് ലൈറ്റിൽ 5 വർഷത്തേക്ക് ട്രാവൽ ചെയ്യിപ്പിച്ചു. അതായത് ഈ 5 വർഷം കൊണ്ട് നിങ്ങളുടെ സഹോദരൻ ആ റോക്കറ്റ് കയറിയിട്ട് 5 വർഷം കൊണ്ട് പോയിട്ട് ആ ലൈറ്റിന്റെ സ്പീഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. അതായത് ഈ 5 വർഷമാണ് ഈ റൗണ്ട് ട്രിപ്പിന് വേണ്ട ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോ റോക്കറ്റിൽ യാത്ര ചെയ്ത നിങ്ങളുടെ സഹോദരൻ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത എഫക്റ്റീവ് ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 വർഷമാണ്. അതായത് 5 വർഷത്തേക്കാണ് പുള്ളി ട്രാവൽ ചെയ്യാൻ പോയത്. നേരെ മറിച്ച് ആ സഹോദരൻ 5 വർഷം കൊണ്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ഭൂമിയിൽ നിൽക്കുന്ന താങ്കളുടെ വയസ്സ് എത്രയായിരിക്കും? നിങ്ങൾക്കൊന്നും ഗസ് ചെയ്യാൻ പറ്റുമോ? അതിനെയാണ് ശരിക്കും ഈ വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം, അതായത് നിങ്ങളുടെ സഹോദരൻ ആ റോക്കറ്റ് എത്ര സ്പീഡിലാണോ ട്രാവൽ ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രായം എക്സ്പോണൻഷ്യലി കൂടുതലായിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 90-80 വയസ്സായിരിക്കും ഭൂമിയിൽ ഉണ്ടാവുക. പക്ഷെ നിങ്ങളുടെ സഹോദരൻ വെറും 5 വർഷമേ കൂടുതൽ പ്രായം വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 90-80 എന്നൊക്കെ ഉള്ള ഞാൻ പറയുന്നത് അത് ആ നിങ്ങളുടെ സഹോദരന് എത്ര സ്പീഡിലാണോ ട്രാവൽ ചെയ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പ്രായം ഭൂമിയിൽ കൂടുതലാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ശരിക്കും വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിന്റെ പേര് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതിനാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ട്വിൻ എന്ന് പറയുന്നത് നിങ്ങളെ ഇരട്ട സഹോദരനെ ഉദ്ദേശിച്ചിട്ടാണ് ട്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ വെലോസിറ്റി ടൈം ഡയലേഷന്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം കുറഞ്ഞു വരും വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ഒബ്സർവർ. ഇവിടെ ട്വിൻ പാരഡോക്സിലത്തെ സ്റ്റേഷനറി ഒബ്സർവർ ആണ് നിങ്ങൾ. അതായത് ഭൂമിയിൽ നിൽക്കുന്ന നിങ്ങളാണ് അവിടുത്തെ സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്സർവർ. അതായത് അനങ്ങാത്ത ഒബ്സർവറിനെയാണ് ശരിക്കും സ്റ്റേഷനറി ഒബ്സർവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ യാത്ര ചെയ്തത്, അതായത് വെലോസിറ്റി കൂടി യാത്ര ചെയ്തത് നിങ്ങളുടെ ആ റോക്കറ്റ് കയറിപ്പോയ സഹോദരനാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ട് സമയത്തിന് വ്യത്യാസം വരുന്നു?
എന്തുകൊണ്ട് ഒരു സംഭവത്തിന്റെ വെലോസിറ്റി കൂടുമ്പോൾ ആ സംഭവത്തിന്റെ സമയം കുറഞ്ഞു വരുന്നു? അഗൈൻ വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് എല്ലാവർക്കും ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും വേണ്ട തെളിവാണല്ലോ. ഇതിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആയിരിക്കും ഞാൻ പറയുന്നത്. ഡെറിവേഷൻ എന്ന് കേട്ടിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ടിട്ട് പോരുത്. കാരണം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ ആസ്ട്രോഫിസിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഡെറിവേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വിചാരം ഡെറിവേറ്റീവ്, കാൽക്കുലസ്, ട്രിഗ്നോമെട്രി, അത് ഇത് നമുക്ക് ഇതുവരെയായിട്ട് കേൾക്കാത്ത ഒരുപാട് ടേംസ് ഒക്കെ ഉണ്ടാവുന്ന വിചാരിക്കും. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ശരിക്കും ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഡെറിവേഷനിലേക്ക് വരേണ്ട ഫാക്ടേഴ്സ് നമ്മൾക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്കത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ അർത്ഥം ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡെറിവേഷന് വേണ്ട സിറ്റുവേഷൻ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം ആ ഇക്വേഷൻ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഡിറൈവ് ചെയ്തിപ്പിച്ച് കാണിച്ചു തരാം. സീരിയസ് ആയിട്ടും പറയുകയാണ്, ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ടൈം ഡയലേഷൻ ഇക്വേഷനാണ് നമ്മളെല്ലാവരും കൂടി ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാം. രാത്രി 12:30 വെലോസിറ്റി ടൈം ഡയലേഷൻ ഡിറൈവ് ചെയ്യണ ലോകത്തെ ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കും. അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് അടിക്കുന്ന ഈ ലൈറ്റിൽ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോൺസ് ആണ്. ഓക്കെ, അതായത് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ശരിക്കും ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ അതിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ടോർച്ച് എടുത്ത് കണ്ണാടിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതേ ലൈറ്റ് തന്നെ റിഫ്ലക്ട് ചെയ്യില്ലേ? അത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ആണ്. അപ്പോൾ ഈ കണ്ണാടിയിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നത് ശരിക്കും ഫോട്ടോൺസ് തന്നെയല്ലേ? ആ കാര്യം നിങ്ങൾക്ക് കത്തിയില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഞാനിവിടെ ഒരു ലൈറ്റ് സോഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ മുകളിൽ ഒരു മിറർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കണ്ണാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലൈറ്റിന്റെ ബീം, അതായത് ഫോട്ടോൺസ് ഈ മിററിന് ഇടിക്കുന്നത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ മിററിന് ഇടിക്കുന്നത്. അതായത് ഈ ഫോട്ടോൺസ് മിററിന് ഇടിച്ചിട്ട് നേരെ ഈ ലൈറ്റ് സോഴ്സിലേക്ക് തന്നെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു സെനാരിയോ. ഈ ഒരു സെറ്റപ്പ് നമ്മളൊരു മേശപ്പുറത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ലൈറ്റ് നേരെ മിററിനെ ഇടിക്കുന്നു, നേരെ താഴത്തേക്ക് വരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് കാണാം. നമുക്ക് ഇവിടെ ഫോട്ടോൺസ് ഒന്നും കാണാൻ പറ്റില്ല, കാരണം എത്ര സ്പീഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മാക്സിമം പയ്യാണ് പറയാൻ ശ്രമിക്കുന്നത്, കാരണം ഇതൊക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ള കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ എപ്പോഴും ഞാൻ പറയണ പോലെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് അത് ഒരിക്കലും പോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, ഇനിയിപ്പോ ഇതേ സെറ്റപ്പ്, അതായത് ഈ മിററിൽ, അതായത് ഈ ടോർച്ചിങ്ങനെ അടിയിൽ വെച്ചിട്ട് ഈ മിറർ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന അതേ സെറ്റപ്പ് ഇല്ലേ? ആ സെറ്റപ്പ് ഞാനൊരു മൂവിങ് ഒബ്ജക്റ്റിന്റെ അകത്ത് വെച്ചു എന്ന് വിചാരിക്കാം. അതായത് ഒരു കാറിന്റെ അകത്ത് വെച്ചു എന്ന് വിചാരിക്കാം. ആ കാറിന്റെ അകത്ത് വെച്ചിട്ട് ഇതേ സിറ്റുവേഷൻ തന്നെ സംഭവിക്കുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ നിന്നിട്ട് പുറത്ത് നിന്നാണ് നോക്കുന്നത്. അതായത് കാർ ഇങ്ങനെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ, അതായത് ഈ മൂവിങ് ഒബ്ജക്റ്റിന്റെ അകത്ത് ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ, അതായത് ഈ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ ഈ ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്ന പാത്ത് ശരിക്കും ഈ കാണുന്ന ഡയഗ്രാം പോലെ ആയിരിക്കും അല്ലെ? ഒരു സ്റ്റേഷനറി ടേബിൾ, അതായത് ഞാനിപ്പോ ഈ പറയുന്ന സാധനം എന്റെ മുമ്പിൽ ഒരു ടേബിളിൽ വെച്ചിട്ടാണോ ഉള്ളെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന പാത്ത് ഇതായിരിക്കും. അതായത് A B എന്ന് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അതായത് ഈ ടോർച്ചിന്റെ ആ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ഈ മിററിലേക്ക് ഇടിച്ചിട്ട് അത് തിരിച്ചിങ്ങനെ വന്ന് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ AB എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് എന്റെ മുമ്പിൽ ഒരു മേശപ്പുറത്ത് ഞാൻ ഈ ഒരു അപ്പാരറ്റസ് എടുത്ത് വെച്ചാൽ ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു എ മൂവിങ് ഒബ്ജക്റ്റ്. ഒന്നുകൂടെ ഞാനിത് ക്ലിയർ ആക്കാം. ഞാനിവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിററിന്റെ സെറ്റപ്പ് ഒരു മൂവിങ് ഒബ്ജക്റ്റ് അകത്താണ് വച്ചിരിക്കുകയെങ്കിൽ ഇതിന്റെ അകത്ത് ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്ത്, അതായത് സ്റ്റേഷനറി ആണെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്കല്ലേ വരുന്നത്. പക്ഷേ ഇതേ സംഭവം ഒരു മൂവിങ് ഒബ്ജക്റ്റിനകത്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ കാണുന്നത്, അതായത് ഒരു സ്റ്റേഷനറി ഒബ്സർവർ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോൺ പോകുന്ന പാത്ത് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ സിഗ് സാക്ക് പോലെ പോകുന്നതായിരിക്കും. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ശരിക്കും ഈ ആദ്യത്തെ ആ ഒരു സിറ്റുവേഷനിലത്തെ AB എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിനേലും കൂടുതൽ ഡിസ്റ്റൻസ് ആണ് ഈ മൂവിങ് ഒബ്ജക്റ്റിന്റെ അകത്ത് ശരിക്കും ഈ ഫോട്ടോൺസ് ട്രാവൽ ചെയ്തേക്കുന്നത്. കാരണം എന്താണ്? ഈ സംഭവം ഇൻ മോഷനിലായിരുന്നു. അതായത് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്.
ഓക്കെ, മനസ്സിലായില്ലേ? വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഡിസ്റ്റൻസിനനുസരിച്ച് അവിടെ സമയത്തിനും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഈ സ്റ്റേഷനറി സിറ്റുവേഷനിൽ ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ആ സമയത്തിന് കൂടുതൽ സമയം ഇവിടെ ഈ സംഭവം മോഷനിലായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ഒബ്സർവർ. ഓക്കെ, അത് വലിയ കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടുമിക്കവർക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ സ്റ്റേഷനറി സെറ്റപ്പിന് ഈ ടോർച്ചിന്റെ അകത്തുനിന്ന് വരുന്ന ഫോട്ടോൺ ഈ മിററിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ടോർച്ചിലേക്ക് വരേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയമായിരിക്കും ഈ മൂവിങ് ഒബ്ജക്റ്റിനകത്ത് ഈ ഫോട്ടോനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലല്ലേ, മൂവിങ് ഒബ്ജക്റ്റ് ആകുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് കൂടില്ലേ. കത്തിയില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ടൈം ഡയലേഷന്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കാൽക്കുലസിന്റെ ആവശ്യമില്ല, ഇന്റഗ്രേഷന്റെ ആവശ്യമില്ല, ഡെറിവേഷന്റെ ആവശ്യമില്ല. ആകെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറമാണ്. അത്ര സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്ന ആ വളരെ എളുപ്പമുള്ള ഒരു തിയറത്തിലൂടെയാണ് ഈ ഇത്ര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരു ഫോർമുലയാണ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. ഇത് ഒന്ന് ഓർത്ത് വെക്കുക, കാരണം ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു ഇക്വേഷനിൽ ഡെറിവേഷൻ നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കേസ് ഞാനിവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു ടോർച്ചാന്ന് വിചാരിക്കുക. ആ ടോർച്ചിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ നേരെ മിററിൽ അടിച്ചിട്ട് ആ നേരെ താഴത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ കേസ്. അപ്പോൾ ഈ കേസിന്റെ അകത്ത് നമ്മൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സംഭവം ട്രാവൽ ചെയ്ത, അതായത് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ഡി ആണ്. അത് ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് ടി ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ കേസ്, ഇതാണ് രണ്ടാമത്തെ കേസ്. ഇതാണ് ശരിക്കും ടോർച്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേഷനറി ഒബ്സർവർ, അതായത് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരു ഒബ്സർവറിന് മുമ്പിൽ ഈ ഒരു അപ്പാരറ്റസ്, അതായത് കേസ് 1 ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവാണ് ശരിക്കും ഞാൻ കേസ് 2 ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും അതാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടുന്ന് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തിട്ട് അത് ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന പരിപാടി ഈ ഒരു സിക്സാക്ക് ലെവലിലെ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. അതായത് സെയിം സാധനം തന്നെ, പക്ഷേ ഒരു സ്റ്റേഷനറി ഒബ്സർവർ നോക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഫോട്ടോൺ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡി ഡാഷ് എന്ന് ഇടാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ ഫോട്ടോൺ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് നമുക്ക് ടി ഡാഷ് എന്ന് ഇടാം. മനസ്സിലായില്ലേ? അതായത് ന്യൂ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ഡാഷ് ആയിരിക്കും, ന്യൂ ടൈം എന്ന് പറയുന്നത് ടി ഡാഷ് ആയിരിക്കും. ഓക്കെ, ഇനിയാണ് ശരിക്കും നമുക്ക് പൈതഗോറസ് തിയറത്തിനെയൊക്കെ പറ്റി നമ്മൾ ശരിക്കും പറയേണ്ടത്. അതായത് ഈ ഫസ്റ്റ് കേസും, അതായത് ഈ ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും എനിക്ക് ഒരുമിച്ച് ഒരു ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച്. അതായത് ഫസ്റ്റ് കേസിന്റെ ഈ ഒരു വര, ആ ഒരു വര ഞാനിങ്ങനെ എടുത്ത് ഇവിടെ വരച്ചു, കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ കേസിന്റെ ഈ ഒരു ഡയഗണൽ ആയിട്ടുള്ള വര, ഓക്കെ, ഈ ഒരു ഡയഗണൽ ആയിട്ടുള്ള വര ഞാൻ ഇങ്ങനെ എടുത്ത് വരച്ചു. ഇനി ഞാൻ ഈ രണ്ട് സംഭവം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറും. ഇത് 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ശരിക്കും പറയുന്നത്. അതായത് ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സംഭവം മോഷനിലാണല്ലോ രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ഈ ഒരു സാധനം മൂവ് ചെയ്ത ആ ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡി എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പോൾ ഇതെന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഡി ഡാഷ് ആണ് കേട്ടോ, കാരണം ഈ സെക്കൻഡ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഫസ്റ്റ് കേസിന്റെ അകത്ത് ഈ ലൈറ്റ് ബീം സ്റ്റേഷനറി ആയിട്ട് പോകുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നതും അത് തന്നെയാണ്, ഡി ഡാഷ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഡിസ്റ്റൻസിന്റെ കളിയാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ടൈംസ് ടൈം അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ സാധനം പോകുന്ന വെലോസിറ്റി, അതായത് സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു അപ്പാരറ്റസ് നീങ്ങുന്ന വെലോസിറ്റി നമ്മൾ ബി എന്ന് പറയുന്നത്. വെലോസിറ്റി
ടൈംസ് ടൈം. ഇവിടെ നമ്മൾ ടൈമിന് ടി ഡാഷ് എന്നാണ് കൊടുക്കുക, അതായത് മോഡിഫൈഡ് ടൈമാണ്. കാരണം ഈ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയുടെ ടൈം അല്ലേ ശരിക്കും നമ്മൾ നോക്കേണ്ടത്, അതാണ് ടി ഡാഷ് എന്നാണ് ഇവിടെ ഇട്ടത്. ഇനിയിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് ആലോചിച്ചേക്ക്. ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ എന്തിന്റെ വെലോസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ എന്താണ് ശരിക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഫോട്ടോൺസ് അല്ലേ? ഇപ്പോൾ ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ സി എന്ന് പറയുന്നത്. അതായത് ഫോട്ടോൺസ് ട്രാവൽ ചെയ്യുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആയ സിയിലാണ്. അപ്പോൾ ഈ ഫോട്ടോൺസ് ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി, അതായത് സി ഇൻറ്റു ടി. ഓക്കെ, ഈ ഫസ്റ്റത്തെ ടി ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്, അതായത് ആദ്യത്തെ ഇനീഷ്യൽ ടൈമാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ആദ്യത്തെ കേസിലുള്ള ടൈമാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൻ്റെ അകത്ത് ഈ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് ടി ഡാഷ് ആണ് അല്ലേ? ഇവിടെ ഫോട്ടോൺ തന്നെ ആയതുകൊണ്ട് ഫോട്ടോണിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അതായത് സി ഇൻറ്റു ടി ഡാഷ്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ സംഭവം ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇനി പൈതഗോറസ് റൂൾ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാം. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതാണ് ശരിക്കും പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ABC എന്ന് ഇട്ട് കഴിഞ്ഞാൽ AB സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ CB അല്ലേ? CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ഇക്വേഷനിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അതായത് AB എന്തെന്നാ? AB അതായത് CT ഡാഷ് അല്ലേ? അപ്പോൾ CT ഡാഷ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു CB സ്ക്വയർ എന്തോന്നാ? VT ഡാഷ് അല്ലേ? VT ഡാഷ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, അതായത് CA, അതായത് CT പ്ലസ് CT സ്ക്വയർ. ഈ സംഭവം നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ടി ഡാഷിനെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പണി കഴിഞ്ഞു. ഇതാണ് ശരിക്കും നമ്മുടെ ഈ വെലോസിറ്റി ടൈം ഡയലേഷന്റെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷൻ തന്നെ ഞാൻ ഇപ്പുറത്തെ എടുത്ത് എഴുതിയേക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ടി ഡാഷ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഡയലേറ്റഡ് ടൈമാണ് ശരിക്കും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടി ഡാഷിനെ LHSൽ നിർത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള സംഭവത്തിനെ ഇങ്ങനെ RHSലേക്ക് കൊണ്ടുപോയി നമ്മുടെ ശരിക്കുള്ള പരിപാടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് ഇത് സോൾവ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെന്ന് സ്പീഡ് റാമ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ടൈം ഡയലേഷൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷനെ എനിക്ക് ലോറൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്കലി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയലേറ്റഡ് ടൈം, അതായത് വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ സമയം എന്തോരം കുറയും എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഫാക്ടർ, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ യാതൊരു രീതിയിലുള്ള ഡിഫറൻസിയേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മളെല്ലാവരും സോൾവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ലോറൻസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ശരിക്കും നിങ്ങൾ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ടൈം ഡയലേഷൻ്റെ ആ ഒരു ഫോർമുല ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും, ആ ഒരു സിംപ്ലിഫിക്കേഷനിലായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഈ സംഭവം ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡയലേറ്റഡ് ടൈം, അതായത് ടി ഡാഷിനെ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെ നമ്മളിങ്ങനെ വെച്ച് നിർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള പൈതഗോറസ് തിയറി ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹ്യൂമാനിറ്റിയിൽ തന്നെ വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് ഡിസ്കവറീസ് എന്ന് പറയാൻ പറ്റുന്ന വെലോസിറ്റി ടൈം ഡയലേഷൻ ഇക്വേഷനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്അസംപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആസ്ട്രോഫിസിക്സും സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഡെറിവേഷനും ഒന്നും മനസ്സിലാവാത്ത ഇക്വേഷൻസ് ഒക്കെ എന്നുള്ള ഒരു മിസ്അസംപ്ഷൻ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ
ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അതിനും E=mc² എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഇല്ലേ, അത് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമന്റ്സ് അനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് വളരെ ഉറപ്പാണ്. കാരണം ഞാൻ അത്ര സ്ലോ ആയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മറ്റുള്ള വീഡിയോസിൽ പറയുന്ന പോലെ റാപ്പിഡായിട്ട് പറയാണ്ട് പയ്യെ തിന്ന മലയിൽ തിന്നാന്ന് പറയുന്ന പോലെ വളരെ പയ്യെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും ഈ വക കൺസെപ്റ്റൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മെയിൻ മോട്ടീവ് തന്നെ അതായിരുന്നു. അതായത് ആസ്ട്രോഫിസിക്സ് ഈ വക കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇത്ര നാളെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഇടയ്ക്കാണ് ചെറുതായിട്ട് ഞാൻ ഇക്വേഷൻസിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഒക്കെ അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെലോസിറ്റി കൂടുമ്പോൾ സമയത്തിന് ഡിഫറൻസ് വരുന്നുണ്ട്, എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. എല്ലാത്തിനും തെളിവാണ് ഇവിടെ പ്രധാനമുള്ളത്. അതായത് കമന്റ്സിലത്തെ കോടതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഇത്രയും ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അതിനകത്തുള്ളത്. കമന്റ് ചെയ്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ഇക്വേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്തുള്ള ആ ഇക്വേഷനിലേക്ക് വരേണ്ടി വന്ന സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ശരിയാ, ഇതുകൊണ്ടാണ് അത് അങ്ങനെ വന്നേലേ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലോ ഇല്ല. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഏകദേശം ഒരു 12:45 1 മണിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.